ഒരു മകൾ അച്ഛനോട് പറഞ്ഞു, ജീവിതത്തിൽ ഇത്ര പ്രയാസപ്പെട്ട് ഈ പ്രയാസങ്ങളോട് പോരാടിക്കൊണ്ട് ജീവിക്കാൻ എനിക്ക് കഴിയില്ല, ഇനി ജീവിതം മുന്നോട്ട് പോവില്ല എന്ന്. ഒരു പാചക വിദഗ്ധനായിരുന്ന ആ അച്ഛൻ മകളെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി. എന്നിട്ട് ഒരേ വലുപ്പത്തിലുള്ള 3 പാത്രങ്ങൾ എടുത്ത് ഗ്യാസ് സ്റ്റൗവിന് മുകളിൽ വെച്ച് ഒരേ ചൂടിൽ അത് ശക്തിയായി ചൂടാക്കി. ശക്തിയായ ആ ചൂടുവെള്ളത്തിലേക്ക് ഒന്നിലേക്ക് മുട്ടയും മറ്റൊന്നിൽ ഉരുളക്കിഴങ്ങും മൂന്നാമത്തേതിൽ അല്പം കാപ്പിക്കുരുവും ഇട്ടു. എന്നിട്ട് ശക്തമായി ചൂടാക്കി. കോഴിമുട്ടയും ഉരുളക്കിഴങ്ങും ഓരോ പാത്രത്തിലും കോഫി ഒരു കപ്പിലുമായി എടുത്തു വെച്ചു. എന്നിട്ട് മകളോട് പറഞ്ഞു, നോക്കൂ, ഇതൊക്കെ ഒന്ന് തൊട്ടു നോക്കൂ. മകൾ പറഞ്ഞു, കോഴിമുട്ട ഹാർഡായിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് സോഫ്റ്റ് ആയിട്ടുണ്ട്, കോഫി വെള്ളത്തിൽ കലർന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരേ സാഹചര്യത്തിലാണ് ഇവ 3 മുന്നോട്ട് പോയത്. ഹാർഡായിരുന്ന ഉരുളക്കിഴങ്ങ് ഈ വെള്ളത്തിൽ ചൂടായപ്പോൾ അത് മൃദുലമായി. പുറംതോലിനുള്ളിൽ ദ്രാവക രൂപത്തിലുണ്ടായിരുന്ന കോഴിമുട്ട ചൂടാക്കിയപ്പോൾ ഇതിന്റെ പുറംതോല് മാറ്റുമ്പോൾ അത് ഹാർഡായി തീർന്നു. കാപ്പിക്കുരുവാകട്ടെ ആ വെള്ളത്തിൽ ലയിച്ചു ചേർന്ന് ഉന്മേഷം നൽകുന്ന ഒരു ദ്രാവകമായി മാറി. ഇങ്ങനെയാണ് മനുഷ്യൻ. സാഹചര്യങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ സുഖവും ദുഃഖവുമെല്ലാം തീരുമാനിക്കുന്നത്. നമ്മുടെ മനസ്സിന്റെ സമാധാനവും തീരുമാനിക്കുന്നത്. സാഹചര്യങ്ങളെ പഴിച്ച് ജീവിതം തുലയ്ക്കാതെ സാഹചര്യങ്ങളെ അവസരമായി കണ്ട് അതെങ്ങനെ പോസിറ്റീവായി നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമെന്ന് പരിശോധിച്ച് അതനുസരിച്ച് നീങ്ങുക. നല്ലത് വരട്ടെ.